കേരള സർക്കാരിന്റെ കർഷകശ്രീ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് ബഹുമതികൾ കിട്ടിയ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയായ കർഷകയുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ്. രണ്ടാം വട്ടം അർബുദബാധിതയായി, കൃഷിയിൽ സജീവമല്ലാതായി. എങ്കിലും പറയാൻ നൂറുമേനി വിളയിച്ചതിന്റെ കഥയുണ്ട് ഷൈല ബഷീറിന്. ഒപ്പം അർബുദത്തെ അതിജീവിച്ച് മടങ്ങി വരുമെന്ന ഉറപ്പും ആത്മവിശ്വാസം കൂടി പങ്കുവെക്കുന്നു. പോസിറ്റീവ് ഷൈല ബഷീർ. രണ്ടായിരത്തി 10 മുതൽ നമ്മൾ കൃഷി സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതപ്പോഴേ 2012 ആയപ്പോഴാണ് വീണ്ടും അസുഖം ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം എന്നാലും കൃഷി നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവിധ പച്ചക്കറികളും ചീര എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് കഴിഞ്ഞ വർഷം മില്ലറ്റ് ഇയർ ആയിരുന്നില്ലേ, അതുകൊണ്ട് കൂര ഉണ്ടായിരുന്നു. സലാഡ്, വെള്ളരി, പയറ്, പാവല്, വെണ്ട, അങ്ങനെ പറയേണ്ട പച്ചക്കറി നമ്മൾ എന്തൊക്കെ കഴിക്കും അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഷൈലയുടെ ഈ ശബ്ദം പഴയ സമ്പന്ന കാലത്തേതാണ്. കൃഷിയിലെ ഈ സമൃദ്ധി ഇന്നില്ല. 2012 അപ്രതീക്ഷിത അർബുദം ഷൈലയെ തളർത്തിക്കളഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് 2024 നവംബറിലേ വരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. കുറേ നാളത്തെ ഓർമ്മയുണ്ട്. ഓർമ്മയെന്ന് പറഞ്ഞാൽ ബട്ടർനട്ട്, ഞാൻ അതാണ് ഇപ്പോഴും ആലോചിക്കുന്നത്. ബട്ടർനട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അതൊക്കെ ഇപ്പം വിത്തെടുത്ത് വെച്ചാൽ അത് പാഴിപ്പോയി. ആദ്യം തലകറക്കം വന്ന് എന്നും തലക്കറങ്ങി വീഴും. അങ്ങനെ തോട്ടത്തിലൊന്നും വരാൻ പറ്റാതായി. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് RCCയിലേക്ക് വിട്ടത്. അപ്പോൾ അതിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പം കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ഇത്രയും കാലം കൃഷി ചെയ്തിരുന്നത്. പറയാനുള്ളതത്രയും നൂറുമേനി വിളവെടുപ്പിന്റെ കഥയും. ഇവിടെ രാവിലെ 8 മണിയാകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ. രാവിലെ 3:30 മണിക്ക് ഉറക്കണിക്കും. 5:30 പാലും കൊണ്ട് സൊസൈറ്റി പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് 8 മണിയാകുമ്പോൾ ഇവിടെ തോട്ടത്തിൽ വരും. ലാസ്റ്റിൽ 7 പശു ഉണ്ടായിരുന്നു. 12 പശുക്കളുള്ള സമയമായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ഈ പോഷൻ മൊത്തം ചോളം ലാഭമുള്ള കൃഷിയായിരുന്നു. നമ്മൾ ഒരു കൊല 20 രൂപയ്ക്ക് കൊടുക്കുമായിരുന്നു. ഇത്രയും നല്ല ചോളം കിട്ടൂലേ നമ്മളെ കേരളത്തിൽ. അർബുദത്തെയും ഇല്ലായ്മകളെയും ഈ കർഷക സ്ത്രീ അതിജീവിക്കുകയാണ്, കൂടെയുള്ളവർക്ക് ഊർജം പകർന്നുകൊണ്ട്. ഇത് അസുഖം വന്ന് ആരും മൂലയിലിരിക്കാതെ വീണ്ടും സജീവമായിട്ട് കൃഷിയിലോട്ടും എന്താണ് ജോലി ചെയ്യാൻ പറ്റുന്നത് അതിലോട്ട് വരണം എല്ലാവരും. അസുഖമൊക്കെ മാറി തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കൃഷിയിൽ വരണമെന്നാണ് ആഗ്രഹം. ഈ ഒഴിഞ്ഞുകിടക്കുന്ന കൃഷിസ്ഥലം പോലെ വറുതിയിലാണ് ഈ കർഷക സ്ത്രീയുടെ ജീവിതവും. പ്രതീക്ഷിക്കുകയാണ് നല്ലൊരു വിളവുകാലം, അത് ജീവിതത്തിലും കൃഷിയിലും. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.